ടീമുകളായിട്ട് നിർത്തും. എന്നിട്ട് തോറ്റ ടീമിൻ്റെ പാൻ്റ് അഴിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ടിരിക്കുക. അതിൽ തന്നെ പിടിച്ചോണ്ട്. കൊച്ചിയിലെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അവിടുത്തെ ജോലിക്കാരോട് ചെയ്യുന്ന ക്രൂരത അത് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങളിൽ കുറേ പേരൊക്കെ കണ്ട് കാണുമായിരിക്കും. 2 ദിവസമായിട്ട് ഇന്നലെ തൊട്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലാവുന്നുണ്ട്. അതായത് കൊച്ചിയിലെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ അവിടുത്തെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തതിൻ്റെ പേരിൽ അവിടുത്തെ മേലാളന്മാർ കാണിക്കുന്ന വൃത്തികേടുകൾ, കഴുത്തേ കൂടെ ബെൽറ്റ് ഇട്ട് പട്ടിയെ പോലെ നടത്തിക്കുക, പട്ടി മൂത്രം ഒഴിക്കുന്നതാണൊക്കെ മൂത്രം ഒഴിച്ച് കാണിക്കുക. ഇതൊക്കെ ചെറുതാണേ ഞാൻ പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ അപ്പുറമാണ് അവിടെ നടക്കുന്നത്. നമ്മളോട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞങ്ങോട്ട് വെക്കാം. പ്രൈവറ്റ് സ്ഥാപനമാണ്, ഞാനും പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ഒരാളാണ്. പ്രഷർ, പ്രത്യേകിച്ച് ഈ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല പ്രഷർ കാണും. പ്രഷർ ചെയ്യൂ, നിങ്ങൾക്ക് കച്ചവടം വേണം, എന്നാലേ ഈ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കാശ് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് മനസ്സിലാക്കാം. പ്രഷർ ചെയ്യും ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ. രാവിലെ 8:30 9 മണിക്ക് പരിപാടി, അതായത് കോളും കാര്യങ്ങളൊക്കെ തുടങ്ങുമെങ്കിൽ 8:30 ചെന്നിട്ട് ഒരു അരമണിക്കൂർ ഡെയിലി രാവിലെ തെറി കേട്ടോണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാനൊക്കെ. മനസ്സിലായില്ലേ? അത് മെൻ്റൽ പ്രഷർ ഉണ്ടാക്കും. ഓക്കെ, നിങ്ങൾക്ക് കാശ് വേണം, എന്നാലേ നമുക്ക് തരാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാം. പക്ഷേ വൃത്തികേട് കാണിക്കരുത്. നിൻ്റെയൊക്കെ വീട്ടിലെ പട്ടികളല്ല, മനസ്സിലായില്ലേ? ഇവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പാട് കൊണ്ട് ഗതികേട് കൊണ്ടാണ് പണിക്ക് വരുന്നത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിന്നെ പോലൊക്കെ വീട്ടിൽ ഇരുന്ന്, അല്ലെങ്കിൽ നിന്നെ പോലൊക്കെ മുതലാളി ചമഞ്ഞ് ഞങ്ങൾക്കും പുതിയ കമ്പനിയൊക്കെ തുടങ്ങിയിരിക്കാം. അതിനുള്ള അവസ്ഥ ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ അതിനുള്ള ത്രാണി ഇല്ലാത്തവർ, അവരാണ് കയ്യും കാലം പിടിച്ച് ഈ സെയിൽസിലൊക്കെ ഈ വെയിലത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വരുന്നത്. അതിൻ്റെ ഒരു ഇച്ചിരി മതി. വലിയ മനുഷ്യത്വമൊന്നും നീ ഒന്നും കാണിക്കണ്ട. കാരണം നിനക്കുമൊക്കെ കാശ് വേണം, നമുക്ക് മനസ്സിലാവും. എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അവർക്ക് കാശ് കിട്ടിയെങ്കിൽ മാത്രമേ അവർ നമുക്ക് കാശ് തരാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാം. പക്ഷേ ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഇനിയിപ്പം അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചു, പറഞ്ഞ് വിട്ടേക്കവരെ. ഇവിടെ സ്വിഗ്ഗിയോ സൊമാറ്റോ ഓടിയാണെങ്കിലും അവർ ജീവിച്ചോളും. പക്ഷെ എന്തിന് അവരുടെ അവസ്ഥ ചൂഷണം ചെയ്യുന്നു? ഈ ഒരു കമ്പനിക്കെതിരെ ഇപ്പോൾ ഒരു പയ്യൻ ഒരു കേസുമായിട്ട് പോയിട്ടുണ്ട്. ആ പയ്യൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. ഇതാക്കാണ് കൊച്ചിയിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ കൊടിയ തൊഴിൽ പീഡനം പുറത്തു കൊണ്ടുവന്ന പരാതിക്കാരൻ അഖിൽ ആന്റണിയാണ് നമുക്കിപ്പം ഉള്ളത്. അഖിൽ, ഈ പരാതി കൊടുക്കാൻ കാരണം എന്താണ്? പരാതി കൊടുക്കാൻ കാരണം വെച്ചാൽ അതിനും വേണ്ടും പീഡനങ്ങൾ കുറേ അനുഭവിച്ചിട്ടുണ്ട് അവിടെ തന്നെ, ഒത്തിരി അധികം. ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ടാർഗറ്റ് വന്നിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്നാണെങ്കിൽ അതേപോലെ നമുക്ക് വിചാരിക്കാത്ത ഉപദ്രവങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോൾ ഈ പട്ടിനെ പോലെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ട് ഒരു പാത്രത്തിൽ കോയും വെച്ച് നക്കി പുറത്തെടുക്കുക, പിന്നെ ഒരു കോയി നിലത്തിട്ടിട്ട് അത് നക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പട്ടിനെ പോലെ മൂത്രമൊഴിക്കണ പോലെ കാണിക്കുക. പിന്നെ അതുകൂടാതെ തന്നെ സകല വൃത്തികേടുകൾ വേറെ ഉണ്ട്. ഈ ടീമുകൾ പറയണ ഒരു വർഷമൊന്നുമില്ലല്ലോ, ഈ ടീമായിട്ട് അതിരിച്ചാണ്. ഇപ്പോൾ ഒരു ടീം തോറ്റ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ടീമിന് ഈ ഹുബൈൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പറഞ്ഞ് ജയിപ്പിക്കണതാണ്. ടീമുകളായിട്ട് നിർത്തും. എന്നിട്ട് തോറ്റ ടീമിൻ്റെ പാൻ്റ് അഴിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോണ്ടിരിക്കുക. അതിൽ തന്നെ പിടിച്ചോണ്ട്. എന്ത് വൃത്തികേടൊക്കെയാണ് ഇവന്മാർ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാനും ഒക്കെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതാണ്. മെൻ്റൽ പ്രഷർസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഡാഡി ഇല്ലാത്ത പരിപാടിയൊന്നും ആരും നമ്മളെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ല? ഇതൊക്കെ എന്തിനാണ് പെഡല്ലി അടിച്ചങ്ങോട്ട് കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകണം. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ലൈക്ക് ഹരാസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെ ഹരാസ്മെൻ്റ് അല്ലേ? ഇതിനെയൊക്കെ ഒരിക്കലും നമ്മൾ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല. പോലീസുകാർ നല്ല രീതിയിൽ തന്നെ ആക്ഷൻ എടുക്കണം. ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ ഇയാളൊരു വ്യക്തിയുടെ പേരൊക്കെ പറയുന്നുണ്ട്, പൊക്കണം അവനെയൊക്കെ. പിന്നെ നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ട വീഡിയോകൾ, അതായത് നിലയൊക്കെയായിട്ട് പ്രചരിക്കുന്ന ആ ഒരു വീഡിയോയിൽ ഉള്ളൊരു വ്യക്തിയല്ല ഇദ്ദേഹം അതിന് മുമ്പ് തന്നെ അവിടുന്ന് ഇറങ്ങി, മനസ്സിലായില്ലേ? അവിടുന്ന് അദ്ദേഹം വിട്ടു, ആ ഒരു ജോലിയൊക്കെ വിട്ടു. കാരണം ആർക്കും ഇത് പിടിച്ച് എത്ര പട്ടിണിയാന്ന് പറഞ്ഞാൽ ഇതൊക്കെ സഹിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന്. ഇതൊക്കെ നമ്മളൊക്കെ ഒരു പരിധി കഴിഞ്ഞപ്പം പ്രഷർ താങ്ങാൻ വയ്യാതെ ഇട്ടിട്ട് പോകുന്നതാണ്. കാരണം ഞാനിവിടുത്തെ വൺ ഓഫ് ദി ടോപ്പ് ഒരു കമ്പനിയിലെ സെയിൽസ് മാനേജറായിരുന്നു. പക്ഷെ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് അത്രയും പ്രഷർ? വേണം, പൈസയൊക്കെ വേണം, പക്ഷേ നമുക്കൊരു സമാധാനമില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം കേട്ടോ. കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ വേറെ മാർഗ്ഗങ്ങൾ കാണില്ല. അതൊക്കെ ചൂഷണം ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനികൾ. സത്യം ഒന്ന് പുറത്ത് പറയാൻ പോലും ഇതൊക്കെ ഇപ്പം ഈ കേസൊക്കെ ഒതുങ്ങിപ്പോവും. ഞാനതാണ് ഒതുങ്ങിപ്പോകുന്നതിന് മുന്നേ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. ഇതൊക്കെ ഇപ്പോൾ ഒതുങ്ങിപ്പോവും. കാരണം ടോപ്പ് കമ്പനികളല്ലേ, അവരെയൊന്നും മുട്ടി നിൽക്കാൻ പറ്റത്തില്ല. അവിടെ ഉള്ള സ്റ്റാഫുകൾ തന്നെ പുറത്ത് പറയത്തില്ല. കാരണം പുറത്ത് പറഞ്ഞാൽ പേടിയായിരിക്കും. ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് വരെ അറിയാം, നമ്മൾ പുറത്ത് പറയത്തില്ല. ഞാനിപ്പോൾ ആ ഒരു സ്ഥാപനത്തിലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഗതികേട് കൊണ്ട് ഞാനും പുറത്ത് പറയാൻ മടിക്കും. കാരണം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോവും.
ഇതിപ്പോൾ പുറത്തിറങ്ങിയവരാണ് ഇത് കൂടുതൽ പറയുന്നത്. അല്ലെങ്കിൽ അവിടുന്ന് ഒരു വീഡിയോ ലീക്ക് ആയപ്പോൾ പുറത്ത് അവിടുന്ന് കമ്പനിയിൽ നിന്ന് വെളിയിൽ പോയ ആളുകളാണ് ഇത് സംസാരിക്കുന്നത്. ഞാൻ വീണ്ടും വേറെ ആളുകളൊക്കെ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചില ആളുകൾ വന്ന് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആളുകളുണ്ട്, മനസ്സിലായില്ലേ? കാരണം അവർക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പണി പോകും. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കാര്യമാണ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞില്ല. ഇതിൻ്റെ ഫ്രാഞ്ചൈസിയിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണിത്. നിങ്ങൾ ബാക്കി കാണൂ. പിന്നെ ഞാൻ ഇറങ്ങാൻ വേണ്ടി ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട് വെച്ച അവസ്ഥയിലാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ ഇതേപോലെ ബിസിനസ് ഡൗൺ ആയതുകൊണ്ട് തന്നെ അവരെനിക്ക് തന്ന പണിഷ്മെൻറ്റ് ഈ വായുവിൽ കസേര എടുത്തില്ല, ഇങ്ങനെ കൈ നീട്ടി ഇരിക്കണ പോലെ കാണിച്ചിട്ട് വായിൽ കുറേ ഉപ്പ് അടിച്ചിട്ട് വരും. അതൊക്കെ നമ്മൾ കറിക്കിറണ പോലെ അത്ര ഉപ്പൊന്നുമല്ല, ഒരു കൈ നിറയെ കുന്നു പോലെ ആക്കിയിട്ട് ഉപ്പ് വാലിട്ട് വരും. അപ്പോൾ അത് ഉള്ളിലിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, പെട്ടെന്ന് അഴുകൂലേ? ആ സംഭവം എൻ്റെ കയ്യിലുണ്ടാകും. അവർ ഞാൻ തുപ്പിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ ആ സാധനം അങ്ങനെ തന്നെ ഇരിക്കണം. തുപ്പിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടില്ല, അവർ സമ്മതിച്ചില്ല. തുപ്പാൻ പാടില്ല, ഉബൈൽ സാറ് പറഞ്ഞാൽ തുപ്പാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ പിടിച്ചോണ്ടിരുന്നു. പറ്റാണ്ട് സൈ കെട്ടപ്പോൾ ഞാൻ അത് ഇറക്കുകയും ചെയ്തു. അഖിൽ ജോലി ചെയ്തത് ഏത് സ്ഥാപനത്തിലായിരുന്നു? ഈ കെൽട്രോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ്. എവിടെയാ സ്ഥലം? എവിടെയാ? ആലുവ പൊതിയിൽ എന്ന് പറയും. ആലുവ പൊതിയിൽ. അവിടെ മറ്റുള്ളവർക്കും സമാനമായ അനുഭവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? അതെ, അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ചിത്രനാളും. പക്ഷേ എല്ലാവരും അത് പുറത്തു വന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഖിൽ, നിങ്ങൾ കേസായിട്ട് പോയി, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് എത്ര പേര് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ വർക്ക് ചെയ്തവരെല്ലാവരും അന്നത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് മാസം ഒരു 10-15 രൂപ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി ജീവിക്കാൻ മുന്നോട്ട് പോകുന്നവർ. അവർ ഈ കേസിൻ്റെ പുറകെ വരുമെന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുമെന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ അത്യാവശ്യം വീട്ടിലൊക്കെ നല്ല സാഹചര്യമുള്ള കേസ് നടത്താൻ ഒരു ത്രാണിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മുന്നോട്ട് വരും. അതല്ലാതെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു കെൽട്രോൺ അവർ പറയുന്ന ആ ഒരു സ്ഥാപനത്തിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഹിന്ദുസ്ഥാൻ്റെ നിന്ന് സാധനങ്ങൾ എടുത്ത് ഈ കുഞ്ഞു ഫ്രാഞ്ചൈസി പോലെ തുടങ്ങുമല്ലോ, അങ്ങനെ തുടങ്ങിയ ഒരു സ്ഥാപനത്തിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്തത്. പക്ഷേ മെയിൻ സ്ഥാപനത്തെയും ഇദ്ദേഹം കുറ്റം പറയുന്നുണ്ട്. പറയാനുള്ള കാരണം, ഇല്ലെങ്കിൽ ഇദ്ദേഹം അത് ഒരു പരിധിയിൽ കൂടുതൽ പറയുന്നില്ലെങ്കിലും ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെ വേറെ കുറേ ആളുകൾ, അവിടെ വർക്ക് ചെയ്ത കുറേ ആളുകൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട്. ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം, വിശദീകരിച്ച് തരാം. അതിന് മുമ്പ് നമുക്ക് ബാക്കി ഒന്ന് കേൾക്കാം. അഖിൽ ഉൾപ്പെടെയുള്ളവർ ഇത്ര തൊഴിൽ പീഡനം നേരിട്ട അതേ സ്ഥലത്തു നിന്നുള്ള വിഷ്വലാണോ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കണം. ഇത് അഖിൽ അവിടെ ഉള്ള കാലത്തുള്ളതാണോ, അഖിൽ ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോയാണോ ഇത്? ഞാനവിടെ ഉള്ള കാലം തൊട്ടുള്ളതാണത്. ഈ വീഡിയോ ഇറങ്ങിയേക്കണത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ ആണത്. പക്ഷെ അതിന് മുമ്പ് ഉള്ള വീഡിയോ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ വീഡിയോ അത് സത്യം പറഞ്ഞാൽ എന്നെ അതിൽ അഖിൽ എനിക്ക് തന്നാൽ മതി. അത് എന്നാലും അന്നത്തെ പീഡനം സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്ന രീതിയിൽ തന്നെയുള്ള പീഡനമായിരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു ഞാൻ അന്നും അനുഭവിച്ചത്. കാരണം ഞങ്ങളുടെ മുമ്പിൽ നിന്നിട്ടാണ് പഴത്തിൽ തുപ്പിയിട്ടിട്ട് പഴം നക്കാൻ വേണ്ടി പറയണത്. നിങ്ങളൊക്കെ അവിടെ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? സാധനങ്ങൾ ഹൗസ് ഹോൾഡേഴ്സ് വീടുകളിൽ കൊണ്ട് സെയിൽ ചെയ്യുക, അതാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്ര നാളും. കട്ട വെയിലത്ത് റോട്ടിൽ കൂടെയൊക്കെ നടന്ന് സാധനങ്ങൾ കൊണ്ട് ഒരു കമ്പനിക്ക് വേണ്ടി വിൽക്കാൻ നടക്കുക. അവർക്കും കാശിന് വേണ്ടിയിട്ട്, ഇവർക്കും കിട്ടും, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഈ വെയിലെല്ലാം കൊണ്ട് ഈ നടന്നിട്ട് കറക്റ്റ് മാസാവസാനം ടാർഗറ്റ് ആയില്ലെങ്കിൽ പറഞ്ഞു വിടും, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. പക്ഷേ പഴത്തിനായിട്ട് തുപ്പിയിട്ടിട്ട് അത് കഴിപ്പിക്കുക, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തിനാണ്? മനുഷ്യന്മാരല്ലേ ഇതൊന്നും ചെയ്യുന്നവന്മാർ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കും. ഈ കോളേജുകളിലൊക്കെ നമ്മൾ റാഗിങ്ങോ അതും ഇതൊന്നൊക്കെ പറഞ്ഞ് പൊക്കി എടുത്തുകൊണ്ട് നടക്കാറുണ്ടല്ലോ എല്ലാ ചാനലുകളും, കുറേ ദിവസം സംസാരിക്കാറുണ്ടല്ലോ. ഇതൊക്കെ സംസാരിക്കുമോ? എനിക്കൊരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ഇതൊക്കെ സംസാരിക്കുമോ? ഒരു സ്ഥാപനത്തിനെതിരെ ഇത്രയും വലിയൊരു അലിഗേഷൻ വന്നിട്ട് അത് നിങ്ങൾക്ക് എന്താ സ്ഥിരം ഒരു 2-3 ദിവസത്തേക്കെങ്കിലും പിടിച്ചോണ്ടിരിക്കും. ഞാൻ വേറെ ചാനലൊന്നും ഈ വാർത്ത കണ്ടില്ല. ഒന്ന് പിടിച്ചോണ്ടിരിക്കുക. എന്തെങ്കിലും ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളെ പൂട്ടിക്കാൻ പറ്റുമെന്ന് ഒന്ന് നോക്ക് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ, ഇത് ഒന്നും നടക്കാൻ പോണില്ല. കാരണം വലിയ കമ്പനികളാണ്. അത് മനസ്സിലാക്കി തരുന്നൊരു കാര്യമുണ്ട് ഇവിടെ. നിങ്ങളത് അടുത്തൊരു വീഡിയോ, അതായത് ഇവരിപ്പോൾ ഒരു ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നൊരു കമ്പനിയെ പറ്റി പറയുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി നിങ്ങളൊന്ന് കേൾക്ക് കുറച്ച് കാര്യങ്ങൾ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞങ്ങൾക്ക് മാന്യമായ ശമ്പളം കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പ്രോബ്ലം എന്താണ്? ഇവിടെ ഇത്രയും പേരുണ്ട്, നിങ്ങൾ ഇവരോട് ചോദിക്കാം. ഏത് ഞങ്ങളുമായി ബന്ധപ്പെട്ടതല്ല അത്. ഞങ്ങൾ ഇവിടെ സെയിൽസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെതായ ശമ്പളം കിട്ടുന്നുണ്ട്. കാര്യങ്ങൾ ഇതെവിടെ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഇവിടെ ഇതെവിടെ ഈ 10-50 പേരുണ്ട്, നിങ്ങൾ ചോദിച്ചു നോക്കിക്കോളൂ. ഇല്ല, അതിനെ കുറിച്ച് അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. ഇല്ല ഏതാ? ഇല്ല, ഞങ്ങൾക്ക് ബന്ധമില്ല, യാതൊരു വിധത്തിലെ ബന്ധമില്ല.
എന്താണ്? ഞങ്ങള് സെയിൽസ് സ്റ്റാഫാണ്. ഞങ്ങൾ അതായത് sales staff ആണ്. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നവരാണ്. കടകളില് സപ്ലൈ ചെയ്യുന്നവരാണ്. ഇതെവിടെ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചോളൂ. നിങ്ങൾ ഈ ക്യാമറയും കൊണ്ട് വരുമ്പോ അവർക്കൊക്കെ കുടുംബം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ പോകുമ്പോ ലൈവ് ഒക്കെ ആയിട്ട് പോകുമ്പോ അവർക്കൊക്കെ പ്രോബ്ലംസ് ഇല്ലേ? ഇവിടെയൊക്കെ തൊഴിലിനെ ബാധിക്കില്ലേ? കമ്പനി ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. നമ്മുടെ കമ്പനിയിൽ നിന്ന് ഒരുപാട് പേര് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവരൊക്കെ പലയിടത്തും നടത്തുന്നുണ്ടാവും. ഇതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ലത്. അവിടെ അവരുടേതായ കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ടാവും. അതിന് ഹിന്ദുസ്ഥാൻ പൗലേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. അല്ലല്ല, ഒരിക്കലുമല്ല. ഒരിക്കലുമില്ല. ഓരോ ഓഫീസിലും ഹിന്ദുസ്ഥാൻ പൗലേഴ്സിലും ബോർഡൊന്നും ഉണ്ടാകില്ല. ഒരു ബന്ധവുമില്ല. അവരിവിടുന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അവരെ കുട്ടികളെ വെച്ചിട്ട് അവർ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ സംഗതി നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു ഭാഗം, അതായത് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു കമ്പനിയിലേക്ക് മാധ്യമങ്ങളെല്ലാം ചെന്ന് ഇതിപ്പോൾ എത്ര ദിവസം മാധ്യമങ്ങളൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ആ ഒരു സ്ഥാപനത്തിലേക്ക് ചെന്ന് അവിടുത്തെ സ്റ്റാഫുകളോട് സംസാരിച്ചപ്പോൾ ഒരു ക്ലിപ്പാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് ഈ കമ്പനികൾ, ഇപ്പോൾ ഈ കെൽട്രോൺ പോലുള്ള സ്ഥാപനങ്ങൾ ഇവരുടെ നിന്ന് സാധനം എടുത്ത് അവർ ആൾക്കാരെ വെച്ച് സെയിൽ ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്തോട്ട് കയറി വന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ആളുകൾ വേറെയുണ്ട്, സ്ത്രീകളുണ്ട്. നിങ്ങൾ ഈ കയറി വന്ന് ഇതൊക്കെ ലൈവ് പോകുമ്പോൾ ഞങ്ങളും എന്തോ ദ്രോഹം ചെയ്തതാണ് ആൾക്കാർക്ക് തോന്നും. ഞങ്ങൾ ഇതിനകത്തൊക്കെ നിരപരാധികളാണ്, ഞങ്ങളൊന്നും അറിയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്. ഇവർ കൈയൊഴിയുന്നു. ഇവരുടെ നിന്ന് സാധനങ്ങൾ എടുത്തിട്ട് ഫ്രാഞ്ചൈസി എന്നും അല്ല അവർ പറയുന്നത്. അവർ വേറെ കമ്പനികൾ തുടങ്ങിയിട്ട് ആളുകൾ വന്ന് വേറെ കമ്പനികളിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോയി അവിടുന്ന് കച്ചവടം നടത്തുന്നു. അവിടെ ആളുകളെ എടുത്തിട്ട് കച്ചവടം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയില്ല, ബാക്കിയെല്ലാം അവരുടെ ഇഷ്ടമാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. നടുക്കുന്നൊരു ചേട്ടൻ പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും. ഈ ഒരു കമ്പനി ചിലപ്പം അറിയുന്നുണ്ടാവില്ല. വേറെ ഇവരുടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയി ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ തുടങ്ങി അങ്ങനെ സംഭവിക്കാമല്ലോ. അങ്ങനെ ഒരു സംഗനം ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു. ഓക്കെ, അപ്പോൾ ഇവർ അത്രയും കുഴപ്പക്കാരല്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാനൊരു പോസ്റ്റ് കണ്ടത്. അതായത് കൊച്ചിയിലെ ടാർഗറ്റ് തൊഴിൽ പീഡനം ഉണ്ടായിട്ടില്ല. വീഡിയോ ചിത്രീകരിച്ചത് മുൻ മാനേജർ മനാഫ്. ഉടമയെ കുടുക്കാനാണ് ലക്ഷ്യം. മനാഫിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടു. അതായത് നേരത്തെ മറ്റേ ആ വീഡിയോ ഒക്കെ പുറത്തു വന്നതും ആ സ്ഥാപനത്തിലെ തന്നെ നേരത്തെ ഒരു പയ്യൻ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇതെല്ലാം പുള്ളിയെ, അതിൻ്റെ ഉടമസ്ഥനെ എന്തോ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൊടുക്കാൻ വേണ്ടിയാണെങ്കിലും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ഉപദ്രവം കാണിക്കുന്ന വീഡിയോ ഒക്കെ പുറത്ത് വന്നു ചേട്ടാ. അതിനൊരു എക്സ്പ്ലനേഷൻ തരണം, ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ അത് ഫേക്ക് ആണെങ്കിൽ തന്നെ അതിന് മുമ്പേ അവിടെ ജോലി ചെയ്ത് ഇറങ്ങിയ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറയുന്നുണ്ട്. ഇനി അതും പോട്ടെ, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് റീസെൻ്റ് ഒരു വീഡിയോ കാണിച്ചു തന്നല്ലോ. അതായത് ഹിന്ദുസ്ഥാനിലെ ആളുകൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ്, നമുക്കിതൊന്ന് കാണിച്ചു തരാം ഞാൻ, അല്ലെങ്കിൽ നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണിത്. ചുമ്മാ ഡയലോഗ് അടിക്കുകയാണ്. ഞാൻ ഇതിൽ വർക്ക് ചെയ്ത ആളാണ്. ഇവർ പറയുന്ന പോലെ ഒന്നുമല്ല. ഇവരുടെ ഫ്രാഞ്ചൈസി ആയിട്ട് തന്നെയാണ് ഓരോ ഇടങ്ങളിലും ബ്രാഞ്ച് തുടങ്ങിക്കുന്നത്. ട്രെയിനിങ്, പിന്നീട് ട്രെയിനർ, അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് മാനേജർ, പിന്നെ മാനേജർ ആക്കിയിട്ട് സീനിയർ മാനേജറായി പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങിക്കുക. അതിനു കീഴെ പുതിയ കുട്ടികളെ പത്രപരസ്യം നൽകിക്കൊണ്ട് ചേർക്കുന്നു. പിന്നീട് പഴയ പോലെ ബ്രാഞ്ചിൽ ട്രെയിനിങ് കൊണ്ട് ബ്രാഞ്ചുകൾ വിപുലീകരിക്കുന്നു. എല്ലാ ബ്രാഞ്ചുകൾക്കും ഇവരുടെ കമ്പനി നേരിട്ടാണ് ലോഡ് എത്തിക്കുന്നത് തന്നെ. ഫീൽഡിൽ പോകുന്ന കുട്ടികൾക്ക് ടാർഗറ്റ് ഉണ്ട്. അത് ചെയ്യാത്തവർക്കാണ് ഇതുപോലെ ശിക്ഷ കൊടുക്കുന്നത് എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടേ. അവിടെ വർക്ക് ചെയ്ത രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യൻ ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണിത്. ഇവൻ ഇട്ടിരിക്കുന്നതിനകത്തൊന്നും എനിക്കിത് ഒരു കള്ളത്തരമായിട്ടോ ഇല്ലെങ്കിൽ ആരെയോ തറക്കാൻ വേണ്ടി അവൻ ഇട്ടതുപോലെ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അവൻ്റെ അനുഭവമാണ് അവനോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഫ്രാഞ്ചൈസി തന്നെയാണ് ബാക്കി പല കമ്പനികൾക്കായിട്ട് ഇവർ കൊടുക്കുന്നത്. ഈ ഹിന്ദുസ്ഥാൻ എന്ന പേര് കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ അവർ തന്നെയാണ് ഡയറക്റ്റ് സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അവരാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ എന്നും അത് ഓക്കെ ആയിരിക്കാം. പക്ഷേ എന്ന് വെച്ച് ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് അവിടെ ഈ പല സ്ഥലത്തും വർക്ക് ചെയ്യുന്ന അവരുടെ ഒരു പാർട്ണറായിട്ടോ എങ്ങനെയാണെങ്കിലും അവർ തന്നെ കൊടുക്കുന്ന പ്രൊഡക്റ്റ് വെച്ച് കച്ചവടം നടത്തുന്ന കമ്പനികളിൽ ഈ വർക്ക് ചെയ്യുന്ന ആളുകളെ ഉപദ്രവിക്കുന്നതിനകത്ത് ഇവർ ഉണ്ടെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവർ വലിയൊരു കമ്പനിയായിട്ട് വർക്ക് ചെയ്യുന്നു. അവരുടെ നിന്ന് സാധനം എടുത്ത് കുഞ്ഞു കുഞ്ഞു കമ്പനികൾ നടത്തുമ്പോൾ ആ ഓരോ കമ്പനിയിലെ മുതലാളിമാരും അവിടുത്തെ സീനിയർ ചേട്ടന്മാരും ആയിരിക്കും പുതിയ വരുന്ന പിള്ളേരെ പീഡിപ്പിക്കുന്നത്. അല്ലാതെ ഈ ഒരു ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അതുമായിട്ട് ചിലപ്പോൾ ബന്ധമുണ്ടോ എനിക്കറിയില്ല. പോലീസുകാർ കേസെടുക്കുന്നുണ്ടല്ലോ. പ്രോപ്പറായിട്ട് അന്വേഷിക്കാൻ പറ്റിയാൽ നമുക്ക് കണ്ടറിയാടെ. അന്വേഷിക്കാൻ പറ്റിയാൽ അന്വേഷിച്ച് ആരാണ് ഇതിനകത്ത് തെറ്റുകാർ അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ശിക്ഷ മേടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകളാണ് നമ്മൾ ഈ അടുത്തായിട്ടൊക്കെ കാണുന്നുണ്ട്. ഈ പ്രൈവറ്റ് ഫേം ജോലിക്ക് പോയി ഈ മറ്റേ ഇങ്ങനെ തൂങ്ങുന്ന കുറേ ആളുകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പരിപാടികളൊന്നും ആരും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പറ്റുന്നില്ലേ, ഇട്ട് പോവുക. ഇപ്പം നിങ്ങൾക്ക് തന്നെ നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇഷ്ടംപോലെ ജോലികൾ നമുക്ക് കിട്ടും. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ വീട്ടിലിരുന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ ജോലികളുണ്ടേ. അങ്ങനെയൊക്കെ ചെയ്യാം. കുറച്ച് കെട്ടിയുള്ളെങ്കിൽ സമാധാനം, അതാണ് ഏറ്റവും വലുതല്ലേ.
ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. കുറച്ചുള്ളെങ്കിലും നമുക്ക് വരേണ്ടത് ഏറ്റവും വലിയ സമാധാനം. ഈ ഒരുപാട് കാശ് കിട്ടിയിട്ട് സമാധാനമില്ലാതെ ഭ്രാന്ത് പിടിച്ച് കിടന്ന് ഓടിയിട്ട് ലാസ്റ്റ് ഒരു 10-60 വയസ്സാകുമ്പോൾ ചത്തു പോകുന്നതിനകത്ത് ഒരർത്ഥവുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സമാധാനം വേണം ഉള്ളൊരു ജീവിതത്തിൽ, അതിൻ്റെ കൂട്ടത്തിൽ പൈസയും വേണം. അങ്ങനെ ചിന്തിക്കുന്നവർ ആവശ്യമില്ലാത്ത വള്ളികൾ, ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കത് ഇഷ്ടമാണ് സെയിൽസിൽ വർക്ക് ചെയ്യാൻ. അങ്ങനെയുള്ളവരത് ചെയ്യുക. താല്പര്യമില്ലാതെ പൈസയ്ക്ക് വേണ്ടി മാത്രം മെൻ്റലി ടോർച്ചറൊക്കെ അനുഭവിച്ച് കിടക്കേണ്ട കാര്യമില്ല. ഞാനത് എൻ്റെ അഭിപ്രായം പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.